ഞങ്ങളെ മാത്രമാണ് കാണിച്ചു തന്നാലേ ഇപ്പം എങ്ങനെ ശരിയാവുക. ഇന്ന് ഇതാകണം ഇവലും കൂടി ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മളെ ഭാഗമാണല്ലോ, നമ്മളൊരു കുടുംബത്തിലെ അംഗം പോലെയാണ് ഇവലും രണ്ടാളും. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇങ്ങനെയൊക്കെ തന്നെയാണ് കടന്നു പോണത്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കുഴപ്പമൊന്നുമില്ല, തട്ടിയും മുട്ടിയൊക്കെ തന്നെ ഓരോ ദിവസം പോണത്. ഇന്ന് ഞാനിതാ 9 മണി ആയപ്പോഴാണ് വീഡിയോ എടുക്കാൻ അങ്ങോട്ട് തുടങ്ങിയത്. വേണോ വേണ്ട വെച്ചിട്ടാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. പിന്നെ അതൊരു കാര്യത്തിലായിക്കോട്ടെ എന്ന് വിചാരിച്ചങ്ങോട്ട് ആയി പോയതാണ്. സ്കൂൾ പൂട്ടിയോണം തന്നെ കുറച്ച് നേരം വയ്ക്കാണ്, എല്ലാ പരിപാടികളും കുറച്ച് നേരം വയ്ക്കാണ്. ഇതാണ് നമ്മളെ കുറച്ചുകൂടി വലിയ പോത്തിട്ട് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയ ആ ഒരു പോത്താണ്. ഇത് ഒരു കുറച്ചുകൂടി വലുതായിക്കിട്ട് നല്ല കുട്ടപ്പന അയക്കണം. പേടിക്കണം, ഓൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഒന്ന് പേടിക്കണം. നമുക്ക് വലിയ വിഷയമൊന്നുമില്ല. ആരെങ്കിലുമൊക്കെ കാണുമ്പോൾ ഒരു ചെറുക്കലുണ്ട് കേട്ടോ. ഇതാണ് കുഞ്ഞാണി. ഇവർ കുറച്ച് ചെറുതാട്ടോ. ഇതാണ് നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയത്. ഇവൻ കുറച്ച് ചെറുതാണ്. ആൾ ഭയങ്കര കുറുമ്പനാട്ടോ, നല്ല കുറുമ്പൻ. അപ്പം കുറുമ്പനാകുമ്പോൾ ഭയങ്കര ഓട്ടം ഓടും കേട്ടോ. നമ്മൾ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ പേരൂ ഓട്ടം ഓടും. പിന്നെ നമുക്ക് ഒപ്പത്തിനൊപ്പം കൂടാൻ തന്നെ കഴിയൂല, മാതിരി ആയിക്കാരുണ്ടാവുക. അങ്ങനെ അതാക്കണം ഞങ്ങൾ പുഴയിൽ വന്ന് മക്കളതാക്കണം അവിടെ മേലെ തിരുമ്പുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വല്ല അവിടെ കെട്ടാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോഴാണ് പറഞ്ഞത് ഇവിടെ കെട്ടേണ്ട, അക്കരക്ക് വിട്ടുകൂട് കാരണം. അപ്പോൾ ഇതാക്കണം വേറെ പോത്തുകളുണ്ടായിരുന്നു. ഓലൊക്കെ എല്ലാവരും കൂടി ഞാനിതാക്കണം അക്കരക്കാണ്ട് കഴിച്ച് വിട്ടുന്നുണ്ട്. അക്കരെ ആകുമ്പോൾ ഓല തീറ്റി തിന്നിട്ട് അങ്ങനെ നടന്നോളും. അങ്ങനെ നീന്തി 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 ഓലത് അക്കരെ ചെന്ന് കയറിയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാതിരി തന്നെ ഇനി പോലെ തീറ്റയും കൂടിയും കടത്തവും ഒക്കെ ആയിട്ട് അങ്ങനെ നടന്നോളും. ഇനി വലിയ ശ്രദ്ധിക്കൊന്നും വേണ്ട. എന്നാലും ഒരു കണ്ണ് പോലെ മേത്ത് ഇല്ലാതാക്കാൻ പറ്റൂല. അപ്പോൾ ഓല അങ്ങോട്ട് ആക്കി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പണി കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ കുളിയും തിരുമ്പലൊക്കെ കഴിഞ്ഞ് വന്ന് ചായയൊക്കെ കുടിച്ച് പിന്നെ കുറേ നേരം ഇരുന്ന് ഞാനും മക്കളും കൂടി ഇരുന്ന് ടി വിയും കണ്ട് ഇരുന്ന് ഫോണും നോക്കി ഇരുന്ന് അങ്ങനെ ഒരുപാട് നേരമായി. നേരം 11 മണിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉച്ചക്കത്തെ പരിപാടിയാണ് നോക്കാനുള്ളത്. ഉച്ചയ്ക്ക് പറഞ്ഞാൽ ചോറ് കൂട്ടാൻ കറി അങ്ങനത്തെ പരിപാടികളൊക്കെയാണ്. പിന്നെ അടിച്ചു എല്ലാം തുടക്കലൊക്കെ അങ്ങനെ മക്കളെടുത്തോളും. ആദ്യത്തെ പണി ഇതാകണം ഓൽക്ക് ഞാൻ ഏൽപ്പിച്ചങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്ന് ആകാശം കാണാൻ നല്ല രസമുണ്ട്. നല്ല ഫുള്ള് ഒരു ഉജാല ബ്ലൂ ഉണ്ടല്ലോ, ആ ഒരു കളറായിട്ടുണ്ട്. നല്ല രസമുണ്ട് എന്ന് കാണാം. കുറച്ചേരം ഞാനത് നോക്കിയിരുന്നു. പക്ഷെ പൊരിഞ്ഞ വെയിലാണ് കേട്ടോ. നല്ല വെയിൽ പറഞ്ഞാൽ നല്ല വെയിലാണ്, നല്ല അടിപൊളി വെയിൽ തന്നെയാണ്. അപ്പോൾ വെയിലത്ത് ഇതാക്കണം ഇവിടെ ഒരാൾ സാധനം ഉണക്കാനിട്ടിട്ടുണ്ട്. ഇതൊരു ബാഗായിരുന്നു, ഇതാ ഇങ്ങനത്തെ ഒരു ബാഗായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ADSമാർക്ക് ഒരു എന്താ പറയുക വീട്ടിൽ കൂടെ പോയിട്ട് ഒരു ഇത് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ, ഒരു കണക്കെടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് നമ്മളെ സർക്കാർ തന്നത് നവകേരളം എന്നൊക്കെ എഴുതിയിട്ടൊരു ബാഗ് തന്നതായിരുന്നു. അപ്പോൾ ഞാൻ അതിനൊന്ന് റീസൈക്കിൾ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉണ്ണിമോളാണ് അതിൻ്റെ ചിത്രം വരെയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അങ്ങനെ അത് ഉണക്കാൻ വെച്ചതാണ് കേട്ടോ. ഇനിയിപ്പോൾ അവിടുന്ന് 5 വന്ന് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്താ പരിപാടി ചോദിച്ചാൽ ഞാനൊന്ന് ഒരുങ്ങട്ടെ കേട്ടോ, ചെറുതായിട്ടൊന്ന് ഒരുങ്ങട്ടെ. എന്നിട്ട് വേണം ചോറും കൂട്ടാനും കാര്യങ്ങളൊക്കെ ഒന്ന് വെക്കാനായിട്ട്. എന്നോ ചീഞ്ഞടിഞ്ഞ് നിന്ന് എനിക്ക് ഇന്നവിടെ തന്നെ ഇഷ്ടപ്പെടാതായി തുടങ്ങി. ഞാൻ ഇത്തിരി ഒന്ന് മേക്കപ്പ് ഇട്ട് അടുക്കളയ്ക്കാണ് പോയാലേ, വേറെ അങ്ങോട്ടും അല്ല അടുക്കളയ്ക്ക് തന്നെയാണ്, അടുക്കളയ്ക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബേബി പൗഡറാണ്, അത് ഇടുമ്പോൾ നല്ല രസം കേട്ടോ. മുഖം നല്ലൊരു മിനുസം, നല്ലൊരു കുട്ടികളെ അങ്ങനെ അത്രക്കൊന്നും ഇല്ല എന്നാലും പറയാം, അങ്ങനെ ഒരു കെമിക്കലും കാര്യങ്ങളൊന്നും ഇല്ലാത്തതല്ല ആ ഒരു ബേബി പൗഡറിൽ. അപ്പോൾ അത്ര മണവും കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷെ നല്ലൊരു സുഖമാണ് കേട്ടോ. അപ്പോൾ അത് ഇട്ടിട്ടുണ്ട്, ഒരു പൊട്ടിട്ട് സിന്ദൂരിട്ട് പിന്നെ അതാ കണ്ണും കൂടി എഴുതിയിട്ടോ. കണ്ണ് എഴുതുന്നത് മസ്റ്റാണ്. ഒരുങ്ങാൻ നിൽക്കുമ്പോഴൊക്കെ കണ്ണ് എഴുതും കേട്ടോ. കണ്ണ് എഴുതാൻ എനിക്ക് നല്ല ഇഷ്ടം, പണ്ടേ ഇഷ്ടമാണ്. പിന്നെ ഒന്നിനും കുറവ് കൊണ്ട് വരുത്തണ്ടെന്ന് വിചാരിച്ച് ലിപ്റ്റിക്കല്ലത് ലിപ് ബാമാണ് കേട്ടോ. അപ്പോൾ അതും കൂടി വാരി പൊത്തുന്നുണ്ട്, വല്ലാതെ വാരി പൊത്തുന്നുണ്ട്. അതും കൂടി അയക്കൊരു സമാധാനമായി. ഇനിയിപ്പോൾ നേരിട്ടുണ്ട് അടുക്കളയ്ക്കൊണ്ട് പോയാൽ പറ ഞങ്ങൾ പാത്രം കഴുകൽ അടിച്ചു അല്ലേ ചോറൊക്കെ കറി ഇട്ടേക്കല്ലേ അങ്ങനത്തെ വലിയ വലിയ പരിപാടിയാണ് എടുക്കാൻ പോണത്. അതിൻ്റെ മുന്നേതാക്കണം ഞാൻ ഇത്തിരി ഒന്ന് ഒരുങ്ങട്ടെ എന്ന് വിചാരിച്ച് നിന്നതാണ്. അപ്പോൾ ഒക്കെ മുഖത്തത്തെ എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം മുടിയൊക്കെ ഒന്ന് കെട്ടിയിട്ട് നേരിട്ടാണ് പോകുക കേട്ടോ. വണ്ടി അങ്ങോട്ടാണ് പോയാൽ പിന്നെ ഒരു നൃത്തം ഉണ്ടാവില്ല. ചോറും കറിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാവും പുറത്തിറങ്ങാൻ ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെയാണ് ഒരുങ്ങിയിട്ടുള്ളത്. പെട്ടെന്ന് ഒരുക്കം കഴിഞ്ഞു. ഇനി ഏതായാലും പിന്നെ അങ്ങനെ അടുക്കളയിൽ വന്ന് ഏകദേശ പരിപാടികൾ ഞാൻ കുറച്ചൊന്ന് ഒരുക്കി വെച്ചിരുന്നു. ഇനിയിപ്പോൾ ചോറ് വെക്കണം, വൈക്കിലൊരു കറി ഉണ്ടാക്കണം, മീനുണ്ട് വാങ്ങി വെച്ചിട്ടുണ്ട്. അങ്ങനെ പണികൾ ഇഷ്ടം പോലെ ഉണ്ട്. ദൂരം എങ്ങോട്ടും പോകണില്ല കേട്ടോ, ഇവിടെ തന്നെ ഉണ്ട് ഞാനും. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് മൂപ്പര് വിളിച്ച് പറഞ്ഞത് ആ പോത്തുകളെ നോക്ക് ഇക്കരക്ക് തന്നെ വന്നിക്കണ്, വേഗം ഒന്ന് പോയി നോക്കിക്കാടെ കയറിട്ട് കെട്ടിയിരിക്കുമോ എന്നൊക്കെ പറഞ്ഞതാണ്. വെയിൽ കണ്ടപ്പോൾ ഞാൻ ആദ്യം ഒന്ന് മടിച്ചെങ്കിലും പിന്നെ അങ്ങോട്ട് പോയി. മൂപ്പരും തന്നെ വെയിലത്താണല്ലോ പണിയെടുക്കണത്. നമ്മൾ ഇതാക്കണ ഈ ഒരു ചുമരിൻ്റെ ഉള്ളിലാണെങ്കിലും സേഫ് ആയിട്ടാണല്ലോ ഇരിക്കണത്. അപ്പോൾ ഞാൻ തന്നെ പോയി കെട്ടാമെന്ന് വിചാരിച്ച് കുടയൊക്കെ ചൂടിയിട്ടാണ് എൻ്റെ യാത്ര ഉള്ളത്. ഭയങ്കര വെയിൽ പറഞ്ഞാൽ നല്ല വെയിലാട്ടെ. നമുക്കൊന്നും വലിയ പരിചയവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണല്ലോ ഈ വെയിലൊന്നും കൊണ്ടാണ്ട്. അച്ഛന്മാരൊക്കെ തന്നെയാണല്ലോ വെയിൽ തന്നെ കൊള്ളണത്, ഭയങ്കര വെയിലല്ലേ.
സൂര്യനാണെങ്കിൽ പുഷ്പേൻ്റെ പോലെ താഴത്തില്ലടാന്നും പറഞ്ഞിട്ട് കത്തി ജ്വലിച്ച് നിൽക്കുന്നുണ്ട് അവിടെ. ഭയങ്കര മുടിഞ്ഞ വെയിലല്ല. എനിക്ക് തോന്നുന്നു ഈ ഒരു കൊല്ലത്തിൽ നല്ല വെയിൽ കിട്ടിയിട്ടുണ്ട്. ഇടമഴയും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഒരൊറ്റ മഴ എത്തിയാൽ കിട്ടിയിട്ടുള്ളൂ ഇവിടെ. പിന്നെ അങ്ങനെ മഴയും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ഇപ്പോൾ അടുത്തൊന്നും പെയ്തിട്ടൊന്നുമില്ല. വെയിലോട് വെയിൽ തന്നെയാണ്. പിന്നെ ഈ പുഴ ഉണ്ടായതുകൊണ്ട് ഞങ്ങളൊക്കെ അങ്ങനെ തട്ടിമുട്ടിയൊക്കെ ജീവിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ റബ്ബർ കൂട് അങ്ങോട്ട് വന്നിട്ട് പുഴയ്ക്ക് ചാടാനുള്ളൊരു പരിപാടിയില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ അവിടെയൊക്കെ ഭയങ്കര നേരെ വഴിക്ക് പോയാൽ ഭയങ്കര വെയിലാണ്. അതുകൊണ്ട് തന്നെ റബ്ബർ കൂടെ ആയ കുറച്ചെങ്കിലും തണലുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇവിടുന്ന് നോക്കിക്കാനാ പറഞ്ഞത്. കെട്ട് കുടുങ്ങിയാണെങ്കിൽ ഒന്ന് കെട്ടിയിട്ടുകൊണ്ട് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഞാൻ ഇറങ്ങിപ്പോയി നോക്കണം, അല്ലെങ്കിൽ വല്ല കാണാൻ കഴിയണില്ല. പൊതുവേ നമുക്ക് ദൂരത്തേക്ക് കാഴ്ച കുറച്ച് കുറവാണ്. കുറച്ച് നല്ല ഞാനൊരു കണ്ണാടറിൻ്റെ ആളാണ്. കുറേ കൊല്ലം മുതൽ ഞങ്ങൾ കണ്ണാടറിടുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ കുറേ അങ്ങോട്ട് എനിക്ക് കണ്ണ് എത്തൂല കേട്ടോ. അപ്പം ഞാൻ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി. അവിടെയാണ് റബ്ബറില്ലത്. റബ്ബർ കൂടാണ്ട് ഇറങ്ങി ഇവിടെ വന്ന് ഓലയൊക്കെ ഒന്ന് മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കെട്ടി. ഓല് പിന്നെ വെള്ളത്തിൽ തന്നെയാണ്. പോത്ത് വെള്ളത്തിൽ കിടക്കണ പോലെ എന്ന് പറയുന്നിട്ടില്ല, അതേപോലെ തന്നെയാണ് ഓല് വെള്ളത്തിൽ തന്നെയാണ്. ഓൽക്ക് അതൊരു വിഷയമല്ല. ഓല് ഇവിടെ തിന്നും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓൽക്ക് വിശ്രമിക്കാനായിട്ട് വെള്ളത്തിൽ കറങ്ങും, വെള്ളം കുടിക്കും, കടക്കും, ഉരുളെന്ന് പറഞ്ഞാൽ ആകെയാണ്. അപ്പോൾ അവിടെ കിടക്കട്ടെ, ഇനി ഞാൻ പോട്ടോ. ഇനി ഞാൻ ഇവിടെ നിന്നാണ്ടല്ലോ കരിഞ്ഞ് കരിക്കട്ട മാതിരിയാവും. അല്ലെങ്കിലോ നല്ല കളറുണ്ട്. അപ്പോൾ ഇനി വെയിൽ കൊണ്ടിട്ട് കരിക്കട്ട ആണ്ടല്ലോ. അപ്പോൾ 2 പോത്തുകളല്ല കേട്ടോ, നമ്മളത് 2 പോത്തുകളുള്ളൂ. അല്ലാതെ 6 പോത്തുകളുണ്ട്. അപ്പോൾ തുണക്കാര പോത്തുകളൊക്കെ ഇവിടെ തന്നെയാണ്. പുഴ അടുത്തായതുകൊണ്ട് വലിയ വിഷയങ്ങളൊന്നുമില്ല. അവർക്ക് തിന്നാനും കിടക്കാനും കുളിക്കാനും എല്ലാത്തിനും ഇവിടെ തന്നെയുണ്ട്. പുഴയിൽ നിന്ന് കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വീഡിയോ എടുക്കാനൊന്നും അങ്ങോട്ട് നിന്നില്ല കേട്ടോ. ഭയങ്കര ക്ഷീണമായിരുന്നു. അവിടെ നിന്ന് കയറ്റം കയറിയതും ഒക്കെപ്പാടെ വെയിലിൻ്റെ ചൂടും എല്ലാം കൂടി ഒരു ക്ഷീണമായിരുന്നു. പിന്നെ ഞാൻ ഇത്തിരി ചോറൊക്കെ തിന്നിട്ട് അവിടെ തന്നെ കടന്നുറങ്ങി. വല്ല പോലെ ഒന്ന് കടന്നുറങ്ങി. മെഷീമ ഇരിക്കാനും കൂടി നേരം കിട്ടിയില്ല കേട്ടോ. നല്ല ക്ഷീണമായിപ്പോയി. പിന്നെ അങ്ങനെ ഒരു 3-3:15 ആയപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് അടുക്കളയിൽ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ മീനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. മീനുണ്ട്, സോയാബീൻ്റെ ഒരു മസാല ഉണ്ട്, പപ്പടം ഇതിൽ കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതാക്കണം. 2 പപ്പടം ഉണ്ട്, അച്ചാറുണ്ട്, ചോറ് ഇതാക്കണം ഇത്തിരിയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ മക്കൾ ഇന്നാണെങ്കിൽ വിരുന്ന് പോകണമെന്ന് പറയുന്നുണ്ട്. തറവാട്ടിലൊന്ന് പോകണമെന്ന് പറയുന്നുണ്ട്. ഒരു ചിലപ്പം പോകുകയാവും. അപ്പോൾ അതിന് മുന്നേ ഞാൻ ചെറിയൊരു പായസം വെക്കട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ കുറേ ദിവസമായി പായസം വെക്കണം എന്നിങ്ങനെ വിചാരിച്ചിട്ട് ഈ ചൂടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഒഴിവാക്കി വെച്ച സംഗതിയായിരുന്നു. പക്ഷേ പായസം എന്ന് പറയുന്നത് എപ്പോഴും കുടിക്കാനൊരു ഇഷ്ടമാണല്ലോ. അപ്പം ഞാനിന്ന് കുറച്ച് പരിപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പായസപ്പരിപ്പില്ലേ, അതൊന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു കുറിയരിയാണ് കേട്ടോ. ഈ കുട്ടിയൊക്കെ കഞ്ഞി വെച്ച് കൊടുക്കുമല്ലോ, കുറിയരി, ചെറിയരി എന്നൊക്കെ പറയും. ആ അരി കൊണ്ടാണ് നമ്മൾ സാധാരണ പായസം വെക്കണ അരി കൊണ്ടല്ല വെക്കണത്. ഈ ഒരു അരി കൊണ്ടാണ് വെക്കണത്. എങ്ങനെ ഉണ്ടാകുമോ ഏതായാലും ഞാനൊന്ന് വെച്ച് നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഈ അരിയും കുറച്ച് പരിപ്പും കൂടി ഞാൻ ഒക്കെപ്പാട് അരി ഇടുന്നില്ല. എനിക്ക് തോന്നുന്ന ഒരു 300 അരി തന്നെ ഉണ്ടായിരുന്നുള്ളൂ. 500 അരി വാങ്ങിയ 1 കിലോ അരി വാങ്ങിയതായിരുന്നു. അതിൽ കുറച്ച് ഞാൻ കഞ്ഞി നാളെ വെച്ചു. ഇപ്പോൾ ഇനി കുറച്ച് കൂടി അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി നല്ലപോലെ ഒന്ന് കഴുകിയാണ്ട് കുക്കറിലാണ് കൂക്കിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ തന്നെ ഇക്കാരം തോന്നുന്നുണ്ട് ഈ ഒരു പായസം വെക്കുക. ഞാൻ ഈ ഒരു പായസം വെച്ചിട്ട് അത്ര അങ്ങോട്ടാണ് പരിചയിക്കില്ല. സേമിയ അട കാര്യങ്ങളൊക്കെ വെക്കുന്നല്ലാതെ അരിയും പരിപ്പ് ഇട്ടിട്ട് അങ്ങനെ പായസം ഞാൻ വെച്ച് പരിചയിക്കില്ല. എന്നാലും എല്ലാ ഒരു അറിവ് വെച്ച് ഞാൻ ഉണ്ടാക്കി വെക്കിയതാണ്. തേങ്ങാപ്പാലല്ല, നോക്കണ്ട, തേങ്ങാപ്പാൽ ഞാൻ ഒഴിച്ചിട്ടേ ഇല്ല. കാരണം അറിയാലോ, തേങ്ങാപ്പാലും ഒന്നും വാങ്ങാനോ എടുക്കാനോ നമുക്ക് കയ്യായിട്ടല്ല. തീരെ നല്ല വില ഉണ്ട്. തീരെ ഇല്ല എന്നല്ല, നല്ല വില ഉണ്ട്. നമ്മളെ തെങ്ങുമ്പോൾ ഒരു 3-4 തേങ്ങയൊക്കെ ഉണ്ട്. ഞാനിവിടെ പൊറുക്കി കൂട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വിഷുവൊക്കെ ആണല്ലോ. ഇപ്പോൾ ചെറിയൊരു പായസം ഉണ്ടാക്കുകയാണെങ്കിലും നമുക്ക് ഈ ഒരു പാലുകൊണ്ട് അല്ലെങ്കിൽ പൈപ്പാലുകൊണ്ട് ഒന്നും അങ്ങനെ ഉണ്ടാക്കാനൊരു രസമില്ലല്ലോ അല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു അതൊന്നും എടുക്കണ്ട, അത് അവിടെ തന്നെ നിന്നോട്ടെ, നമുക്ക് സേവ് ചെയ്യാം. വിഷുങ്ങൾക്ക് എടുക്കാമെന്ന് വിചാരിച്ചാൽ അവിടെ തന്നെ വെച്ചിട്ട് കവർ പാൽ വാങ്ങി പോകുന്നതാണ്. അപ്പോൾ ഇതിനും കൊടുക്കണം 30-35 റുപ്യ, അതിലേറെ കൊടുക്കണം തേങ്ങക്ക് കേട്ടോ. ഒരു തേങ്ങയൊന്നും പോരല്ല. നമുക്ക് പായസത്തിന് ഉണ്ടാക്കണമെങ്കിൽ ഒരു തേങ്ങയും കാര്യങ്ങളൊന്നും പോരാ. 1, 2, 3 തേങ്ങയൊക്കെ ഉണ്ടായാൽ ഒരു നല്ല രസത്തിൽ നല്ല ടേസ്റ്റായ പായസം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത്ര ടേസ്റ്റൊന്നും നമുക്ക് വേണ്ട. ഇല്ല ടേസ്റ്റിൽ കുടിച്ചിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഒരു കവർ പാൽ ഇത് അതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല വെന്തിട്ടാണ് ഒഴിച്ച് കൊടുത്തിട്ട്, അല്ലെങ്കിൽ മുരിക്കുമല്ലോ, നല്ലപോലെ കല്ലക്കുമല്ലോ. ആ വിചാരിച്ചിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ച് ഉടച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ശർക്കര ഇട്ടു, ഏലക്കായ ഇട്ടു. വേറെ ഒന്നും അങ്ങനെ കാര്യപരിപാടികളൊന്നും ഇട്ടിട്ടില്ല. പിന്നെ അലങ്കോല പരിപാടികൾ ഇല്ലേന്നു കേട്ടോ. പക്ഷേ ഒരു തേങ്ങാപ്പൊട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കൊത്തി നിറക്കാണ്ട് ഇത്തിരി നെയ്യിലാണ്ട് വാട്ടിയെടുത്താണ്ട് ഇതിലാണ്ട് ഒഴിച്ചു കൊടുത്ത്. അപ്പോൾ പായസത്തിൻ്റെ ആ ടേസ്റ്റും ആയി, അലങ്കാരത്തിന് അലങ്കാരമായും എല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു പായസം കുടിക്കാനായിട്ട്. പാലിൻ്റെ ഒരു ഇത്തിരി കമ്മി ഉണ്ടായിരുന്നു, അത് കാണാനും ഉണ്ട്. ഇപ്പോൾ ഒരു ചെറിയൊരു സമാധാനമുണ്ട്. നെയ്യ് വാങ്ങി വെച്ചിരുന്നു കേട്ടോ. ഇവിടെ പഴം ഉണ്ടായതുകൊണ്ട് തന്നെ
കുട്ടികൾക്ക് നെയ്യിൽ എന്തെങ്കിലും വാട്ടി തിന്നാലോ വിചാരിച്ച് കുറച്ച് നെയ്യ് വാങ്ങി വെച്ചോണ്ട്, അല്ലെങ്കിൽ ഇതൊക്കെ ഞാൻ സേവ് ചെയ്യാം കേട്ടോ. ഇസ്കി പിസ്കിയാണ് എൻ്റെ ജീവിതം മൊത്തത്തിൽ അങ്ങനെയാണ്. എന്ത് കാര്യങ്ങളും ഞാൻ ഇത്തിരിയെങ്കിലും എടുത്തേക്കാൻ നിൽക്കില്ല. അങ്ങനെ എടുത്ത് വെച്ച് ഒരു കുറച്ച് അണ്ടിപ്പരിപ്പ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഉറുമ്പുക്കൾ തിന്നുപോയി. അതേതായാലും മോൾക്ക് വിധിച്ചിട്ടില്ലതാണ്. അങ്ങനെ ഒരു 4 മണി 4:30 പിടിക്കാം. 4:30ആയിട്ട് അപ്പം നമ്മൾ പായസമൊക്കെ ഒന്ന് ചെറുതായിട്ട് വെച്ചു. ഇവിടെ ഭയങ്കരമായിട്ട് പണിയെടുക്കണ ഒരാളുണ്ട്. നമുക്ക് നോക്കട്ടെ എന്തൊക്കെയോ ഒരു ചിത്രപ്പണിയിലാണ് അവള്. ക്ഷീണത്തിന് ഒരു പായസമാകാം. എന്നിട്ട് വേഗം പറഞ്ഞോളൂ. എന്നിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അണ്ണാക്ക് കൊയ്ക്കണ്ട, പെരു ചൂടാണ്. അവൾ ഊതി പായസം കുടിക്കാൻ. ഓളിതാ ഭയങ്കര തിരക്കിട്ട പണിയിലാണ്. വെക്കേഷൻ എങ്ങനെ ആനന്ദകരമാക്കാമെന്ന് ആലോചിക്കുകയാണ് ഓള്. അപ്പം അങ്ങനെ ഫ്ലവർ വരക്കാനുള്ള പരിപാടിയിലാണ്. വരച്ചുണ്ട് ഇവിടെ എവിടേക്കോ. വരക്കാനല്ല, എംബ്രോയിഡറി പരിപാടിയിലാണ്. അപ്പോൾ ഓളെ ചിത്രകല അങ്ങനെ നടക്കട്ടെ. അവിടെ വെക്ക്. ഞാനും ഇത്തിരി പായസം കുടിക്കട്ടെ. അപ്പം അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇതാ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. ബൈ. അങ്ങനെയാണ് ബൈ പറയാൻ ആയിട്ടില്ല. നമ്മളെ വീഡിയോ ആരെങ്കിലും പുതിയതായിട്ടൊന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും കൂടി ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണണം ബെൽ ബട്ടൺ നീക്കിയിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി നിൽക്കണം കേട്ടോ. എന്നാലാണ് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോഴാണ് നമ്മൾ വീഡിയോ ഇടുമ്പം പെട്ടെന്ന് നിങ്ങളേക്ക് ചാടിത്തുള്ളി നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. പിന്നെ ഹൈപ്പും കൂടി അടിക്കാൻ മറന്നവരാണെങ്കിൽ ഈ ഹൈപ്പും കൂടി അടിച്ചോളിട്ടോ. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ. ബൈ.